കേരളം, ജയ് വികസിത കേരളം. കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. सर्वप्रथम मैं भगवान श्री वल्लभन के चरणों में प्रणाम करता हूं. तिरुवल्ला की इस पवित्र धरती से मैं सबरीमला तीर्थ को और स्वामी अयप्पा को भी प्रणाम करता हूं. ഏറ്റവും ആദ്യമായി ഞാൻ ഭഗവാൻ ശ്രീവല്ലഭന്റെ ചരണങ്ങളിൽ നമസ്കരിക്കുകയാണ്. തിരുവല്ലയിലെ ഈ പവിത്ര ഭൂമി എന്നുള്ളത് ശബരിമലയിലെ പുണ്യതീർത്ഥത്തിന്റെ ഭൂമി കൂടിയാണ്. അതോടൊപ്പം തന്നെ സ്വാമി അയ്യപ്പനെയും ഞാൻ പ്രണമിക്കുന്നു. मैं सबसे पहले तो कुछ छोटी सी बिटिया को आशीर्वाद देता हूं, जो एक बढ़िया चित्र बना करके मुझे भेंट किया है. उधर भी एक नौजवान ने बहुत अच्छा मेरी मां का चित्र मुझे दिया है. मैं इन सबका हृदय से आभार व्यक्त करता हूं. इस बेटी को आशीर्वाद देता हूं. ഞാൻ ആദ്യമായി തന്നെ ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു ചിത്രം നൽകിയതിന് വലിയൊരു ചിത്രം ഉയർത്തി കാണിച്ച് എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാൾ എന്റെ അമ്മയുടെ ചിത്രം എനിക്ക് നൽകി. രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. मैं अपना भाषण शुरू करूं उससे पहले इस चुनाव में जो कैंडिडेट है उनसे आग्रह करता हूं कि कैंडिडेट सारे आगे आ जाएं. कैंडिडेट वहां खड़े हो जाए जरा. हाँ, मैं 1-2 मिनट जाकर के आता हूं आपके पास. तिरुवल्ला में इतनी बड़ी संख्या में आप सबकी उपस्थिति एनडीए पर आप लोगों का ये भरोसा, मेरी माताओं बहनों का ये स्नेह और ये विश्वास पूरे केरल में आज ऐसा ही माहौल दिख रहा है. मुझे निकट से केरलम के चुनाव को देखने का अवसर मिला है. मैं पहले भी आया हूं, लेकिन इस बार हवा का रुख कुछ और है, लोगों का मिजाज कुछ और है. केरला में अब सबसे बड़ा परिवर्तन होने जा रहा है. 9 अप्रैल को वोटिंग और 4 मई को दशकों के कुशासन का अंत की घोषणा अब ये पक्का हो चुका है. एलडीएफ सरकार के जाने का काउंटडाउन शुरू हो चुका है. केरल में पहली बार बीजेपी और एनडीए की सरकार आने वाली है. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവല്ലയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഇത്രയും വലിയ സംഖ്യ
നിങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം, എന്റെ അമ്മമാരുടെ സഹോദരിമാരുടെ സ്നേഹം, വിശ്വാസം, ഇതൊക്കെ ഈ കേരളം മുഴുവൻ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്, പല തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാറ്റ് മറ്റെല്ലാ തവണത്തേക്കാളിലും വ്യത്യസ്തമാണ്. മറ്റൊരു തരത്തിലുള്ള കാറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പും മെയ് 4 ദശകങ്ങളായി തുടരുന്ന ഈ ദുർഭരണത്തിന്റെ അന്ത്യം കുറിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാകും. ഇടതു സർക്കാരിന്റെ പതനത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ബിജെപിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു. इस चुनाव में केरलम का तो एक फायदा होने वाला है, लेकिन मेरा बड़ा निजी नुकसान होने वाला है। आपको लगता होगा कि ऐसी क्या बात है, केरलम को फायदा होगा और मोदी का नुकसान होगा? जी, मेरा व्यक्तिगत नुकसान होने वाला है। मैं आपको मन में होता होगा क्या है, मैं बताऊं आपको? ऐसा है, ये जो अनूप लड़ रहा है ना चुनाव आपके यहां, ये पिछले 5 साल से मेरे साथ काम करता है और देश भर में घूम करके चीजें खोज करके लाता है। यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है। एक प्रकार से ऐसे कामों के लिए वो मेरा बायां हाथ बन गया है। और कभी भी शायद यहां भी लोगों को पता नहीं होगा कि अनूप मेरे साथ इतने सालों से है, कभी बोलता नहीं है। और मैंने इसकी शक्तियों को जाना है। चुपचाप काम करना, अपने काम के लिए दिन रात जुटे रहना। मैंने ऐसा नौजवान मुझे मिला, मेरा बहुत काम हो गया। लेकिन मैंने देखा कि जब केरलम को इस नौजवान की सेवाओं को फायदा होगा तो मैंने कहा मेरा भले ही नुकसान हो जाए, लेकिन मैं आज अनूप को आपको सुपुर्द करने के लिए आया हूं। ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് വലിയ പ്രയോജനമുണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എനിക്ക് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിന് പ്രയോജനം കിട്ടാൻ പോകുമ്പോൾ മോദിക്ക് എന്താണ് പ്രയാസമെന്ന്. നിങ്ങൾക്ക് അതിൽ അമ്പരപ്പുണ്ടാകേണ്ട കാര്യമില്ല, ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ അനൂപ് കഴിഞ്ഞ 5 വർഷമായി എനിക്കൊപ്പം ജോലി ചെയ്യുന്നയാളാണ്. രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എനിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സമർപ്പിതനായിട്ടുള്ള ഒരു യുവാവാണ് അനൂപ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്റെ വലം കൈയായി അദ്ദേഹം കുറെ കാലമായി പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ആർക്കും ഇവിടെ അറിയില്ല, ആരോടും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി എനിക്കറിയാം. നിശബ്ദമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം. ഇന്ന് ആ യുവാവിന്റെ സേവനം കേരളത്തിന് കിട്ടാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഈ തിരുവല്ലയ്ക്ക് സംഭാവന ചെയ്യുകയാണ്. एनडीए सुरदगढ़े तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है। मैं इस जन समर्थन के लिए तिरुवल्ला की जनता का बहुत बहुत धन्यवाद करता हूं। तिरुवल्ला के लोगों का विश्वास ये हमारी सबसे बड़ी ताकत है। तिरुवल्लयिले जनंगलुडे विश्वासमान यंगलुडे ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ വികസന യുഗത്തിന്റെ പ്രഭവ കേന്ദ്രമായി തിരുവല്ല മാറുകയാണ്.
ഇത്രയും വലിയ ഒരു മഹാസമ്മേളനത്തിന് ഞാൻ തിരുവല്ലയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. തിരുവല്ലയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി. एंडे शुरुदगढ़े अभी 2-3 दिन पहले जब मैं दिल्ली में था, मेरी केरलम के बीजेपी कार्यकर्ताओं से फोन पर लंबी चर्चा हुई. मेरा बूथ सबसे मजबूत कार्यक्रम में 5,000 से ज्यादा शक्ति केंद्र, इतने छोटे से केरला में 5,000 से ज्यादा शक्ति केंद्र में बीजेपी के 1,25,000 से ज्यादा कार्यकर्ता मेरे साथ फोन पर जुड़े थे और 30-40 मिनट इस चर्चा में मैंने देखा, साफ साफ दिखा कि केरलम की जनता ने एलडीएफ सरकार की विदाई पक्की कर ली है. इस चुनाव में मेहनत कर रहे सभी बीजेपी एनडीए कार्यकर्ताओं की मैं हृदय से सराहना करता हूं, उनका बहुत बहुत अभिनंदन करता हूं. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ടെലിഫോൺ വഴി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുമായി ദീർഘനേരം ചർച്ച നടത്തുകയുണ്ടായി. എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ഇത്. ഏകദേശം 30-40 മിനിറ്റോളം നേരം ഞാൻ പ്രവർത്തകരുമായി സംവദിച്ചു. ഇത്രയും ചെറിയ കേരളത്തിൽ നിന്ന് 5000-ഓളം ശക്തി കേന്ദ്ര ഇൻചാർജുമാരും 1.25 ലക്ഷത്തിലധികം പ്രവർത്തകരുമാണ് ഫോൺ വഴി ഞാൻ സംസാരിച്ചത്. ആ ചർച്ചയിൽ, സുദീർഘമായ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, കേരളത്തിലെ ഇടത് സർക്കാരിന് വിട നൽകാൻ കേരളത്തിലെ പ്രവർത്തകർ തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്.